അപ്പം ഹലോ മച്ചവരെ, വെൽക്കം ബാക്ക് ടു ചാനൽ. Re Kidilamz സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം പക്ഷേ ഇത് നമ്മളെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പം നിങ്ങൾ വീഡിയോ പോയി കാണും. ഇതാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം, 3-in-1 ഫോട്ടോ ലെൻസ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം മച്ചന്മാരെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആമസോണിൻ്റെ കവർ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊട്ടിച്ച് ഭയങ്കര കട്ടിയുണ്ട് കേട്ടോ, ഭയങ്കര കട്ടിയുള്ള കവറാണ്. അപ്പം നമ്മൾ അടുത്ത അതിൻ്റെ രണ്ടാമത്തെ കവർ എടുക്കുകയാണ് പൊട്ടിക്കാൻ വേണ്ടി. നല്ല രീതിക്ക് അവർ നല്ല കെയറായിട്ടാണ് അവർ പൊതിഞ്ഞേക്കുന്നതെല്ലാം. പിന്നെ നല്ലൊരു വാട്ടർ റെസിസ്റ്റൻ്റ് ഒന്നും വെള്ളം കയറാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തത് നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ്. ഭയങ്കര കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത കവർ എടുത്ത്, നല്ല കട്ടിയുള്ള കവറാണ്. പിന്നെ നമ്മൾ ഒരു ബബിളുള്ള കവർ അതെടുത്ത് ഇതാണ് നമ്മളെ 3-in-1 ഫോട്ടോ ലെൻസാണിത്. അപ്പം നിങ്ങൾക്ക് അതിലെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ബാക്കിലും ഫ്രണ്ടിലും എല്ലാം എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മൂന്നെണ്ണം അതിനെക്കുറിച്ചുള്ള എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ മാക്രോ ലെൻസിൻ്റെ കവറ്. നഖം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഇളകൊന്നുമില്ല, ഇത് കിട്ടുന്നില്ല. അപ്പം ഇതാണ് നമ്മളെ ലെൻസ്, 3-in-1 ലെൻസ്. ഓപ്പൺ അതിൻ്റെ മാനുവലും കാർഡൊക്കെയാണ്. നമ്മളെ നൈലോൺ തുണിയാണ്. നമുക്കൊരു കവർ ബാഗ് പോലെ ഇട്ടുകൊണ്ട് നമുക്ക് നല്ല സേഫായിട്ട് കൊണ്ട് നടക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ഉണ്ട്. പിന്നെ ഇത് നമ്മളെ മാനുവൽ കാർഡ്. നിങ്ങൾക്കറിയാം ലെൻസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഫുൾ ഡീറ്റെയിൽസും ഉണ്ട്. പിന്നെ ഇതാണ് നമ്മളെ ലെൻസ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ക്ലിപ്പ്, ആദ്യമേ ക്ലിപ്പ് എടുക്കാം. 2 ക്ലിപ്പുണ്ട്, ചെറിയ ക്ലിപ്പും ഉണ്ട്, ഇതൊരു വലിയ ക്ലിപ്പാണ്. ഇത് ഫിഷ് ലെൻസിനുള്ള ക്ലിപ്പും, ഇത് മാക്രോക്ക്, ഇത് വൈഡ് ആംഗിൾ വിത്ത് മാക്രോക്കുള്ള ലെൻസ്. അപ്പോൾ ഇത് നമ്മുടെ ഫിഷ് ലെൻസാണ്, ഇത്രയും വലുത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും ഇതല്ലേ വൈഡ് ആംഗിൾ എന്നല്ല. അപ്പം ഇതാണ് ഫിഷ് ലെൻസാണ്, അത് വലുത്. ഇപ്പോൾ ചെറുതെടുത്താൽ ഇതാണ് വൈഡ് ആംഗിൾ വിത്ത് മാക്രോ ആണ് പറയുന്നത്. അപ്പം നമുക്ക് ഫിഷ് ലെൻസ് ഓപ്പൺ ചെയ്യാം. ഇതാണ് ലെൻസിൻ്റെ സൈഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റേഷ്യോ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. 180 ഡിഗ്രിയാണ്, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം നമ്മൾ തിരിച്ച് വെക്കുകയാണ്. നല്ല പോറിയ പണിയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വൈഡ് ആംഗിൾ വിത്ത് മാക്രോ ആണ്. നിങ്ങൾക്ക് കാണാൻ വീഡിയോ കാണുമ്പോൾ അറിയാം, വൈഡ് ആംഗിൾ വിത്ത് മാക്രോ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. വൈഡ് ആംഗിൾ 0.67x വൈഡാണ്. പിന്നെ അഡീഷൻ നമ്മൾ അവരെ കൂടെ തന്നെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ അതേപോലത്തെ അതിൻ്റെ കെയറുമില്ല. അപ്പം നമുക്ക് അതിൻ്റെ ചെറുതിൻ്റെ ക്ലിപ്പ് നമുക്ക് അടുപ്പിക്കാം. ഇപ്പോൾ കണ്ട കറക്റ്റ് പ്രൊഫഷനോടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇത്തിരി ഒന്ന് ഹാർഡാണ് ആ ക്ലിപ്പ്, അത് ഇത്തിരി നിങ്ങളൊന്ന് പിടിച്ചൊന്ന് ശീലമാകുമ്പോൾ സീനില്ല. അപ്പോൾ നമുക്ക് ഊരി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ കവറിട്ട് വയ്ക്കണം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ലെൻസ് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ പൊടിയും അത് കയറിയിരിക്കാൻ നല്ല ചാൻസും ഉണ്ട്. അടുത്ത് നമുക്ക് നമ്മളെ ഫിഷ് ഇട്ട് നോക്കാം. ഫിഷ് ലെൻസിൻ്റെ കവർ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ കവർ കളയൽ, കവർ സൂക്ഷിച്ച് വെച്ചേക്കണം. കവർ കളഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര മെനക്കേടാണ്, നല്ല രീതിക്ക് പോറും. അപ്പം ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം തുടച്ചിട്ടേ ഇത് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളിപ്പം യൂസ് ചെയ്യണമെങ്കിൽ തുടച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ റെഡ്മിയിൽ ഫിഷ് ലെൻസ് വെച്ച് നോക്കുകയാണ്. അപ്പം ഇതിങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് ഏതൊരു ഫോണിൽ വെച്ചാലും. അപ്പം നിങ്ങൾ 1 ലെൻസ് കവർ ചെയ്തിരിക്കണം. ഇപ്പം നമ്മൾ വൈഡ് ആംഗിൾ വെക്കുകയാണ്. അപ്പം നല്ല ഫിറ്റ് കറക്റ്റ് ആയിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അവിടെ ഒരു ഇതുണ്ട്. ഇത് 3-in-1 ഫോട്ടോ ലെൻസും അതുപോലെ തന്നെ 180 ഫിഷ് പ്ലസ് വൈഡ് ആംഗിൾ മാക്രോ ലെൻസാണ്. അപ്പം ഇത് 2 ഇൻബിൽഡ് ആണ്. ഇത് 2 ലെൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ കവറും അതിൻ്റെ ക്ലിപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സൽ ലെൻസ് കിറ്റുമാണ്. പിന്നെ മൊബൈലിനും ടാബ്ലറ്റ് PC-ക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് വൈഡ് ആംഗിൾ, ഇതിൻ്റെ വൈഡ് ആംഗിൾ എല്ലാം എഴുതിയിട്ടുണ്ട്. വൈഡ് ആംഗിൾ ഫിഷായി മാക്രോ. അപ്പം മച്ചാൻ ഇത് OnePlus ഐഫോണിലൊക്കെ എല്ലാത്തിനും സപ്പോർട്ട് ആവും. അപ്പം കുറച്ച് ഡീറ്റെയിൽസ് ബാക്കി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ലിങ്ക് വിട്ടേക്കും. അപ്പം മച്ചാന്മാരെ 1 വീക്ക് കഴിഞ്ഞതിൻ്റെ എക്സ്പീരിയൻസ് ഫുള്ള് നമ്മൾ റിവ്യൂ ചെയ്തിരുന്നതാണ്. അപ്പം 1 മന്തിന് ശേഷം നമ്മൾ ഇതിൻ്റെ റിവ്യൂ എടുക്കുകയാണ്, ഫോട്ടോഗ്രാഫി ലെൻസിൻ്റെ റിവ്യൂ. അപ്പം ഇതൊക്കെ അടിപൊളിയാണ്, പൊളിയാണ്, ചക്കരയാണ്, മുത്തയാണെന്നൊക്കെ നമുക്ക് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിന് ഒട്ടും ക്വാളിറ്റി ഇല്ല. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടുവന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ ഉള്ളൊരു ക്വാളിറ്റി അല്ല, വേറൊരു ഗുണവും ഇതിന് ഇല്ല.
കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഒരു ലെൻസ് ഇട്ടാൽ ഭയങ്കര ഫിഷ് ലെൻസ് ഇട്ടാൽ ഒരിക്കലും ഫോക്കസ് ആവുന്നില്ല, ഭയങ്കര ബ്ലർ എന്ന് വെച്ചാൽ അമ്മാതിരി ബ്ലർ. അപ്പം നിങ്ങൾക്കറിയാം ഇത്രയും ഒരു കൂതറ സാധനം മേളിലേക്ക് നമുക്കത് അടിച്ചേൽപ്പിക്കാൻ ഒരു താല്പര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് എടുത്ത് നമുക്കൊരു അബദ്ധം പറ്റി, അപ്പം നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു നല്ലൊരു ഫോട്ടോഗ്രാഫി നമുക്കൊരു ഇത് കഴിവുണ്ട്, സ്കില്ലുണ്ട്. നമ്മളിപ്പം മാത്സ് നമ്മളിൽ ഉള്ള ഇതിൽ ഒത്തിരി ലെൻസ് എങ്കിലും മേടിച്ച് നമ്മൾ ഇട്ട് നോക്കുമ്പം അവർ ഇത്രയും ഒരു ചെയ്തതെന്ന് വിചാരിച്ചില്ല. അതായത് നമ്മളൊരു ചെറിയ ഒരു ക്യാമറയിൽ ഇത്ര ലെൻസ് ഇട്ട് നമുക്കൊരു എടുക്കാൻ വേണ്ടി നമ്മളൊരു ആഗ്രഹമാണ്. അപ്പം നല്ല നല്ല ഫോട്ടോസ് എടുക്കണം. അപ്പം ഇത് ഇങ്ങനെ തന്നെ ഒരു ഫോക്കസും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല, എല്ലാം അങ്ങ് പോയി. അപ്പം ഇത്രയും എന്ന് വെച്ചാൽ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ഒരിക്കലും ആമസോൺകാർ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ എത്ര ആഗ്രഹിച്ചിട്ട് കുറച്ച് പൈസയൊക്കെ കൂട്ടിയാണ് ഇതൊക്കെ എടുക്കുന്നത്. അപ്പം അത്രയും ആ പൈസയും ഇതെല്ലാം പോവുകയാണ്. അപ്പം നിങ്ങളത് ആലോചിക്കണം. അപ്പം നമ്മളിപ്പോൾ ഓരോ ലെൻസ് നമ്മൾ ഇട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പം നിങ്ങളിത് കാണുന്ന വൈഡ് ആംഗിളാണ്. അപ്പം വൈഡ് ആംഗിൾ നിങ്ങൾക്കറിയാം ആ ഒരു ചുറ്റും ഒരു ഇതുണ്ട്, ഡാർക്ക് ഒരു ഇതുണ്ട്. പിന്നെ അതല്ലാതെ ഇത് നേരെ ഫോക്കസ് ആവണില്ല, കുറേ കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ച്. ഒരു ബെറ്റർ ലെൻസ് അല്ല ഇതിനകത്ത് കിടക്കുന്നത്. അപ്പം ഇതിനെക്കാട്ടിയും ബെറ്റർ നിങ്ങൾ സാധാ ഫോണിൻ്റെ ലെൻസ് ഉപയോഗിക്കാനാണ് നല്ലത്. ഈ നമ്മൾ അഡീഷണൽ ലെൻസ് വെച്ച് വെറും കൂതലാക്കിയപ്പോൾ ഇതിനൊരു ബിൽഡ് ക്വാളിറ്റി ഒന്നുമില്ലാതെ ഇതാക്കി കളഞ്ഞു വെച്ചാൽ അപ്പം നമ്മളെ ഫോണിൻ്റെ ആ ക്ലാരിറ്റി വെച്ച് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പം നിങ്ങൾ മാക്സിമം ഇതൊന്നും പെടാതിരിക്കുക. അപ്പോൾ ഇത് വൈഡ് ആംഗിൾ വിത്ത് മൈക്രോ ആണ്. കാര്യം എന്ന് വെച്ചാൽ മൈക്രോ നല്ല രീതിയിൽ നല്ല പവറിലാണ് കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു ഷോട്ടാണ് നിങ്ങളിപ്പം സൈഡ് ഇതിൽ കാണുന്നത്. അപ്പം മാക്രോ കൊള്ളാം, പക്ഷേ വൈഡ് ആംഗിൾ അത്ര പോരാ. മാക്രോ നല്ലൊരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം മാക്രോ ഉപയോഗിച്ചെടുക്കുക. ഇത് ഫിഷ് ലെൻസ് ആണ്. നിങ്ങൾക്ക് എന്നെ കാണുന്ന അറിഞ്ഞൂടാ, ചുറ്റും ഒരു റൗണ്ടൊക്കെ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ചുറ്റും ഒരു റൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം. ഇതിൽ എന്നെ ബ്ലറായിട്ട് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടെ സംഭവം. ഇത് നിങ്ങൾക്ക് നല്ല മനസ്സിലായെങ്കിൽ സീരിയസ് ആയിട്ട് കമൻറ്റ് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ ഇത് അവർ എന്തിനാണ് കാണിച്ചു വെച്ചേക്കണമെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഇവരെന്തിനാണ് കാണിച്ചു വെച്ചേക്കുന്നത് വെച്ചാൽ ഫുള്ള് ഔട്ട് ഓഫ് ഫോക്കസ്. ഇത് ഫോക്കസ് ചെയ്തിട്ട് പോലും കിട്ടുന്നില്ല. അതാണ് വേറെ കോമഡി. ഫുള്ള് ബ്ലർ. പിന്നെ ഇതെന്തിനാണ് നമ്മൾ ഫിഷ് ലെൻസ് മേടിച്ചത്? അപ്പോൾ ഇങ്ങനത്തെ ഉടായ്പിൽ ഒരിക്കലും നിങ്ങൾ പോയി വിടരുത്. കാര്യം വെച്ചാൽ ഇങ്ങനത്തെ ഈ ഉടായ്പിൽ നിങ്ങൾ പെട്ടുപോകും. ആദ്യത്തെ ഫസ്റ്റ് ടൈം നമുക്ക് ഭയങ്കര ഇതൊക്കെ ആയിരിക്കും, ഭയങ്കര ക്യൂരിയോസിറ്റി, വല്ല പൊട്ടിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് എടുക്കും. പിന്നെ അതങ്ങ് നമ്മൾ ഉപയോഗിക്കും തോറും അതങ്ങ് അതിൻ്റെ പവർ കുറഞ്ഞ് അവസാനം ഭയങ്കര ബ്ലറായി പോകും. അപ്പം നിങ്ങൾ മാക്സിമം ഇത് നല്ല ബിൽഡ് ക്വാളിറ്റി മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ. അപ്പം നിങ്ങൾ പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കമ്പനിയും അതേപോലെ എല്ലാം നോക്കി മാത്രമേ എടുക്കാവുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അപ്പം മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ടിങ് അടിച്ച് പൊട്ടിക്കുക. അപ്പം ഇനി കാണുന്നവരെ സീ യു സൂൺ.